So let's first learn about the analysis of quantitative data. So quantitative data എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ്. ഈ ഡേറ്റയുടെ അനാലിസിസിൻ്റെ പ്രോസസ്സാണ് വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. So the analysis of quantitative data deals with the information collecting during a quantitative research study, and it involves the data which can be quantified as well as statistical calculations can be done. Let's see the steps one by one. So quantitative data analysis le 4 basic steps aanu ulladu. The first is data preparation. So let's see about what is data preparation. So data preparation involves logging or checking the data in, checking the data for correctness, entering the data into computer, transforming the data, and documenting, as well as developing a database structure to integrate the different measures. സോ ഡേറ്റ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും റിസർച്ച് സ്റ്റഡിയിൽ നടത്തി ആ ഒരു കളക്ട് ചെയ്ത ഡേറ്റേനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഡറാക്കി കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ റെഡി ആക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡേറ്റ പ്രിപ്പറേഷൻ. So it involves logging or checking the data, checking whether the data you have collected is complete, it is correct, entering the data into computer, transforming the data എന്ന് പറയുമ്പോൾ ആ ഒരു കോഡിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്, and documenting as well as developing a database. ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ ആ ഒരു മാസ്റ്റർ ഷീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡേറ്റ പ്രിപ്പറേഷൻ. So data preparation has different steps. The first is compilation. So compilation, it is a process that includes gathering together all the collected data in a manner that a process of analysis can be initiated. So അനാലിസിസിന് മുമ്പേ നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഡേറ്റേനെയും ഒന്ന് ഗ്യാദർ ചെയ്ത് ഒരുമിച്ച് കൂട്ടുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പാകത്തിന് ഒരുമിച്ച് കൂട്ടുന്ന പ്രോസസ്സാണ് കമ്പൈലേഷൻ. So while compiling the data, care is taken to arrange all the data in an order so that editing and coding process can be implemented with ease. സോ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റേനെ ഒരേ തരത്തിലായിരിക്കും നമ്മൾ ഗ്യാദർ ചെയ്യുമ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, സോ ദാറ്റ് editing as well as the interpretation can be done properly. So that is the first step of the first process of analysis of quantitative data. Data preparation the ആദ്യത്തെ സ്റ്റെപ്പായ compilation എന്ന് പറയുമ്പോൾ it is a process of gathering together all the data that is collected so that analysis can be initiated, and whenever this is done, it is to be done in a sequence or in an order. The second step is editing. So editing, it implies checking of the gathered data for accuracy, utility and completeness. The editor or the project director must see that none of the questions are skipped, all the answers have been recorded, and all the replies are internally consistent with each other. സോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാദർ ചെയ്ത അല്ലെങ്കിൽ കമ്പൈൽ ചെയ്ത ഡേറ്റേനെ ഒന്ന് ഫെർദർ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് എഡിറ്റിംഗ്. എഡിറ്റിങ്ങിൽ നമ്മൾ ബേസിക്കലി ചെയ്യുക, ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തത് അക്യുറേറ്റ് ആണോ, അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണോ കളക്ട് ചെയ്തിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ആണോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ, ആൻസേഴ്സ് എല്ലാം റെക്കോർഡഡ് ആയിട്ടുണ്ടോ, ആൻഡ് ഓരോ ആൻസേഴ്സും തമ്മിൽ ഇന്റേർണലി കൺസിസ്റ്റൻ്റ് ആണോ, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് എഡിറ്റിംഗ്. സോ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഡേറ്റ പ്രിപ്പറേഷൻ. ഡേറ്റ പ്രിപ്പറേഷനിൽ പല സ്റ്റെപ്സ് ഉണ്ട്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് കമ്പൈലേഷൻ. കമ്പൈലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഡേറ്റേനെയും ഒന്ന് ഗ്യാദർ ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗിൽ നമ്മൾ ഈ ഗ്യാദർ ചെയ്ത ഡേറ്റ ഒക്കെ യൂസ്ഫുൾ ആണോ, അത് അക്യുറേറ്റ് ആണോ, അത് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് എഡിറ്റിംഗ്. The next step is coding. So coding, it is an important step of analysis
where numerous replies can be reduced to a small number of classes through coding. സോ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ സോഷ്യോ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏജിൻ്റെ അകത്ത് പല കാറ്റഗറീസ് ഉണ്ടാവും അല്ലേ. 1 വയസ്സ് മുതൽ അങ്ങ് 100 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ടായെന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസീസ് 1 വയസ്സുള്ള എത്ര പേരുണ്ട്, 2 വയസ്സുള്ള എത്ര പേരുണ്ട്, ഇങ്ങനെ ടാബ്ലേറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ ഭയങ്കര വലുതാവും അല്ലേ. അതിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഏജിനെ കാറ്റഗറൈസ് ചെയ്യാം. 1 to 20, 20 to 40 അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്ലാസ്സസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ ഡേറ്റയെ ഒന്ന് ചെറുതാക്കാൻ നമ്മൾക്ക് പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. സോ കോഡിംഗ് ഇറ്റ് ഈസ് a process where the replies can be reduced to small numbers of classes. So coding, it is an abbreviation or a symbol or a number or an alphabet which is assigned to the researcher to every scheduled item and response category. So നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ആ ഒരു കാറ്റഗറി ആക്കി 10 to 20 എന്നാക്കിയ ശേഷം അതിനൊരു നമ്പർ കൊടുക്കും അല്ലേ. ക്ലാസ് 1 അല്ലെങ്കിൽ 2 മാസ്റ്റർ ഷീറ്റിൽ എൻട്രി ചെയ്യാനുള്ള എളുപ്പത്തിന്. സോ ഇങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുക. ആദ്യമേ നമ്മളുടെ ആ ഒരു വേരിയബിളിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കാറ്റഗറീനെയും കാണിക്കാനായിട്ട് ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അബ്രിവേഷൻ അല്ലെങ്കിൽ ചെറിയൊരു നമ്പർ ഇങ്ങനെയൊക്കെ കൊടുക്കും. സോ ദാറ്റ് ദ ഡേറ്റ ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് വെൽ ആസ് ദ ഡേറ്റ ക്യാൻ ബി റെഡ്യൂസ് ടു എ സ്മോൾ നമ്പർ. സോ നമ്മൾ ഡേറ്റ പ്രിപ്പറേഷനിൽ 3 സ്റ്റെപ്സ് കണ്ടു, വിച്ച് ഇസ് കമ്പൈലേഷൻ, എഡിറ്റിംഗ് ആൻഡ് കോഡിംഗ്. സോ ഫോർ കോഡിംഗ് വി ഷുഡ് കൺസിഡർ 2 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ആദ്യത്തെ ക്രൈറ്റീരിയ ആണ് ദ കാറ്റഗറീസ് ഷുഡ് ബി എക്സോസ്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ദ റെസ്പോൺസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 1 or കാറ്റഗറി. സോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ വരുന്ന എല്ലാ റെസ്പോൺസിനെയും നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾക്കൊള്ളാൻ പാകത്തിനായിരിക്കണം നമ്മൾ കാറ്റഗറീസ് ഫോം ചെയ്യാൻ. അതായത് ഇപ്പോൾ 71 എന്ന് പറയുന്ന വയസ്സാണ് നമ്മൾക്ക് റെസ്പോൺസ് ആയിട്ട് വരുന്നെങ്കിൽ ആ 71 ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള ഒരു കാറ്റഗറി മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി എക്സോസ്റ്റീവ്, വിച്ച് മീൻസ് ദാറ്റ് all the responses can be classified in one or other category. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് the code should be mutually exclusive, which means that one code should be specific to only one kind of information and not overlapping criteria of other codes. അതായത് ഒരു കാറ്റഗറീനെ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിനെ ഒരു കാറ്റഗറിക്കുള്ളിൽ മാത്രമേ വരാൻ പാടുള്ളൂ, ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ 1 to 20 എന്ന ആദ്യത്തെ കാറ്റഗറി കൊടുത്ത് രണ്ടാമത്തെ കാറ്റഗറി 20 to 30 എന്ന് കൊടുക്കുകയാണ് അല്ലേ. സോ സപ്പോസ് 20 റെസ്പോൺസ് വരികയാണ്, നമ്മൾ എവിടെ ചാർട്ട് ചെയ്യും? 1 to 20 ചാർട്ട് ചെയ്യുമോ അതോ 20 to 30 ചാർട്ട് ചെയ്യുമോ? രണ്ടിൻ്റെ അകത്തും 20 വരുന്നുണ്ട് അല്ലേ. സോ അങ്ങനത്തെ കാറ്റഗറീസ് കൊടുക്കാൻ പാടില്ല. വെനെവർ യു കാറ്റഗറൈസ് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഈ ഒരു സിറ്റുവേഷനിൽ 1 to 20, 21 to 30. അപ്പോൾ ആ ഒരു 20 എന്ന് പറയുന്നത് ഒരൊറ്റ കാറ്റഗറിയിലേ വരുള്ളൂ. ഈ പ്രിൻസിപ്പിളിനെ പറയുന്നതാണ് ഇറ്റ് ഷുഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. സോ കോഡിങ്ങിൽ ഉപയോഗിക്കുന്ന 2 മെയിൻ പ്രിൻസിപ്പിൾസ് ആണ് ഇറ്റ് ഷുഡ് ബി എക്സോസ്റ്റീവ് ആസ് വെൽ ആസ് ഇറ്റ് ഷുഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇനി ഡേറ്റ പ്രിപ്പറേഷൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻ, ഇൻ ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ we divide and arrange the entire data into sub-categories, classification, group or classes on the basis of some common characteristics. സോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടെ ഒന്ന് സബ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ക്വസ്റ്റ്യനെയറിൽ നോളജ് ക്വസ്റ്റ്യനെയർ, പ്രാക്ടീസ് ക്വസ്റ്റ്യനെയർ, ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ നോളജ് വന്നു, ആറ്റിറ്റ്യൂഡ് വന്നു, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യനെയർ വന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊരു തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇങ്ങനെ ഓരോ സബ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഇസ് ബേസിക്കലി ഡൺ ഇൻ ഡിഫറെൻറ്റ് മോഡ്സ്. ഒന്നെങ്കിൽ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആവാം, അതായത് ഏരിയ ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ അർബൻ, റൂറൽ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. Chronological classification, like
എന്താ ഡേറ്റ് അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ ഇയറിൻ്റെ ഒക്കെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഡിസ്ക്രിപ്റ്റീവ്